എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ്. അതായത് നമ്മുടെ നാടൻ പലഹാരം, നമ്മുടെ സ്വന്തം കിണ്ണത്തപ്പം. ഞാൻ ഓൾറെഡി കിണ്ണത്തപ്പത്തിന്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓത്തന്റിക് രീതിയിൽ അരി അരച്ചിട്ടുള്ള കിണ്ണത്തപ്പമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ അമ്മ എന്റെ ചെറുപ്പത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു പലഹാരമായിരുന്നു. അപ്പൊ ഒരുപാട് മനസ്സിൽ ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസ് മിസ് ചെയ്തിട്ടുള്ളവർ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഒട്ടും താമസിച്ചാലും നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള കിണ്ണത്തപ്പം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അരിപ്പൊടി വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഇടിയപ്പത്തിന്റെ പൊടി. ഇപ്പൊ നമ്മുടെ ഇത് വറുത്ത പൊടിയാണ്. ഇടിയപ്പം പാലപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് കേട്ടോ. അപ്പോൾ വളരെ നൈസായിട്ടുള്ള പൊടി 1 കപ്പ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി തിക്കായിട്ട് വരും. ഇതുപോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് ഇങ്ങനെ വെന്ത് സോഫ്റ്റ് ആയിരിക്കും. അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ കട്ടി തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിക്കരുത്. ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. അപ്പം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആവില്ല, കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു മിക്സിയിലിട്ട് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലും ആദ്യം നമുക്കിതൊന്ന് ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇച്ചിരി ലൂസായിട്ടിരിക്കേണ്ട മാവാണ് കേട്ടോ. ഒരുപാട് തിക്കാവാൻ പാടില്ല. ഇച്ചിരി ലൂസായിട്ടിരിക്കണം. ഇച്ചിരി കട്ടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ പാലൊഴിക്കാം. ഇപ്പം ഞാൻ 1/2 കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കയുടെ പൊടി. ഏലക്കയുടെ അല്പം ഏലക്കയുടെ പൊടി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ഒഴിവാക്കാം. ഞാനും പിന്നെ ഏലക്കയുടെ പൊടി കൂടാതെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരകം, നല്ല ജീരകം, അതായത് ക്യുമിനില്ലേ, അത് എൻ്റെ അമ്മ ചേർക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ജീരകത്തിന്റെ വാസന ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഏലക്കയും ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഏതെങ്കിലും 1 ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2 ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓവറായിട്ട് ചേർക്കണ്ട. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പക്ഷെ പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക് ഉരുക്കിയും ചേർക്കാം. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ് മാറ്റം വരുത്തണം. കാരണം ശർക്കര നീരാകുമ്പോൾ കുറച്ചും കൂടി വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശർക്കര ഉരുക്കിയിട്ട് ശർക്കര നീര് ഒഴിച്ചതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതിയാവും. ശർക്കരയാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷെ ആദ്യമേ തന്നെ ഒരുപാട് ചേർക്കുന്നില്ല. 1/2 കപ്പ് ചേർത്ത് കൊടുത്ത് നോക്കുക. മധുരം നോക്കിയിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ചേർക്കണ്ട, അല്ലെങ്കിൽ കുറവാണെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഇനി ഇത് കറക്റ്റ് മാവിൻ്റെ പരുവം കറക്റ്റ് ആണെന്ന് നോക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് എന്ന് പറയുന്നത് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് എന്തായാലും ചേർക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ മധുരം ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മധുരം കറക്റ്റാണ്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം മധുരം നോക്കിയിട്ട് ഇച്ചിരി മധുരം മുന്നോട്ട് നിൽക്കണം കേട്ടോ. കാരണം ഇത് സ്റ്റീം ചെയ്ത് വരുമ്പോൾ മധുരം കുറയേ. അല്ലെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാനൊരു അല്പം ഏലക്കയുടെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അത് ഓപ്ഷനിലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മാവിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സൂത്രമുണ്ട്. സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം സ്പൂണിന്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കുക. അപ്പോൾ മൊത്തത്തിൽ ഈ മാവ് കോട്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു വര കറക്റ്റായിട്ട് തെളിഞ്ഞ് കാണുക വേണം. അങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആണ്. ഒരുപാട് തിക്നെസ് പാടില്ല. പിന്നെ ഇത് ഒരുപാട് ലൂസായി വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ വരച്ചു കഴിഞ്ഞാൽ വരയില്ല, ഇച്ചിരി ഓവർ ലൂസ് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ എന്ത് ചേർത്ത് കൊടുക്കാം? അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ അരിപ്പൊടി അങ്ങനെ വെറുതെ ചുമ്മാ ചേർക്കരുത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക. ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് മിക്സിയിലോട്ട് അടിച്ച് കഴിഞ്ഞാൽ കട്ടകളൊന്നും ഇല്ലാതിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ അവസാന നിമിഷം ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയതിനു ശേഷം മാത്രം ഇതിലേക്ക് ഈ ജീരകം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ക്യൂമിൻ എല്ലാം അരഞ്ഞു പോവും. അപ്പോൾ ക്യൂമിൻ ഇതുപോലെ കാണാൻ കിട്ടില്ല. എങ്ങനെ ക്യൂമിൻ കാണണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് മാത്രം ഈ ക്യൂമിൻ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ അപ്പോൾ ഓരോ അരിപ്പൊടി അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഞാൻ ചേർത്ത വെള്ളത്തിന്റെ അളവായിരിക്കില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. ചൂടുവെള്ളം ആയിരിക്കണം എന്ന് മാത്രം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് തിളച്ച് മറിഞ്ഞ വെള്ളം വേണ്ട, നല്ല ചൂടുള്ള വെള്ളം അത്ര ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ പാലൊഴിക്കുമ്പോഴും കുറച്ച് ഒഴിക്കുക. അതിനുശേഷം ഇങ്ങനെ മിക്സ് ചെയ്യുക.
അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ പാല് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അരമണിക്കൂർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം നിങ്ങളുടെ അടുത്ത് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ അടച്ചു വെച്ചോളൂ, അത്രയും നല്ല കാര്യം. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ചേർക്കാൻ പോകുന്ന വെളിച്ചെണ്ണയാണ്. അത് നമ്മുടെ പ്ലേറ്റിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാനും ഒരു ഗ്ലേസിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് നമ്മൾ അടപ്രഥമൻ ചെയ്തില്ല, അടപ്രഥമന്റെ അട ചെയ്തപ്പോൾ ഞാൻ എന്താ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നെയ്യായിരുന്നു അല്ലേ? നെയ്യ് വേണമെങ്കിലും ഒരു 1/4 ടീസ്പൂൺ നെയ്യ് വേണമെങ്കിൽ ഇതിലേക്ക് ഈ ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു തുള്ളി വെളിച്ചെണ്ണ കേട്ടോ, ഒരുപാട് ആവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണേ. 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ മധുരം നോക്കിയിട്ട് പോരാൻ തോന്നുന്നത് എക്സ്ട്രാ മധുരമൊക്കെ ചേർത്ത് കൊടുത്ത് കറക്റ്റാക്കി വെക്കുക. നമുക്കിതങ്ങ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇഡ്ഡലി ചെമ്പ് ഇല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കട്ടിയുള്ളൊരു പാത്രം വെക്കുക. അതിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. സ്റ്റീൽ പ്ലേറ്റിന് പകരമായിട്ട് നമുക്ക് കേക്ക് ടിൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇച്ചിരി ഒന്ന് ചെരിവുള്ളൊരു ഇതാണ്, ഇച്ചിരി ഒന്ന് ഏങ്കോണിച്ചിരിക്കും, കുഴപ്പമില്ല. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച്, ഞാൻ വളരെ തിന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്നെസ്സോട് കൂടി, കൂടുതൽ തിക്നെസ്സോട് കൂടി ഉണ്ടാക്കാം. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ നൈസായിട്ടുള്ള തിക്നെസ് കുറഞ്ഞിട്ടുള്ള കിണ്ണത്തപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. 3 തവി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റീം വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് അടച്ചു വെക്കണം. അപ്പോൾ അടച്ചു വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തന്നെ നമ്മളിത് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനുള്ളിൽ സ്റ്റീമില്ലേ, ആവി വന്നിട്ട് ആവി തിരിച്ച് ഇതിലോട്ട് വീണ് വെള്ളം വീണ് ആകെപ്പാടെ ഒരു പരിവായി കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെടുത്ത് അലുമിനിയം ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഈ നമ്മുടെ പ്ലേറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2-3 ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ബ്രെഡ് പുഡിംഗ് ചെയ്തിട്ടില്ലേ, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അലുമിനിയം ഫോയിൽ ഇല്ലാത്തവരുണ്ടാവൂലേ, അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മുകളിൽ നൈസായിട്ടുള്ളൊരു തുണി ഇടുക. അത് ഒരുപാട് നീളമുള്ള തുണി ഇടാൻ പാടില്ല. അപ്പോൾ താഴെ കത്തുകയാണെന്ന്, നമ്മളെ തീ ആണെന്നുണ്ടെങ്കിൽ അത് തുണി കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു തുണി ഇടുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ അടച്ചതിന് ശേഷം ആ തുണി മേളിലോട്ട് വെച്ചാൽ മതി. അപ്പോൾ തീയിലോട്ട് ആ തുണി വീഴില്ല. എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ, ഇതിലും ആവി വന്നിട്ട് ആ തുണിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. പക്ഷെ വെള്ളം തുള്ളികൾ ഇതിലോട്ട് വീഴില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ എന്താണ് സൗകര്യം അതുപോലെ ചെയ്തോളൂ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തുണി ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റീം വരട്ടെ, അതിനുശേഷം നമുക്കത് കാണിക്കാം. അപ്പോൾ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ടർക്കി ടവൽ എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ സൂക്ഷിക്കുക, തീയിൽ അത് ആവരുത്. ഇതിന് മുകളിൽ ഇതൊന്ന് മൂടി കൊടുക്കുക. എന്നിട്ട് അടയ്ക്കുക. അതിന് ശേഷം ഈ തുണി മുകളിലോട്ടൊന്ന് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ തീയിൻ്റെ മുകളിലേക്ക്, ഇപ്പം എനിക്കിവിടെ തീ ഇല്ല എന്നാൽ പോലും ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ ചെറുതായിട്ട് ചൂട് തട്ടിയിട്ട് തന്നെ കളർ മാറിയിട്ടുണ്ടായിരുന്നു ഈ ടർക്കിയുടെ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ അലുമിനിയം ഫോയിലാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി. ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ തുണിയുടെ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതങ്ങ് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ഒന്നും ഒട്ടി പിടിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ക്യൂർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് എടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം അതങ്ങ് മുറിക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മുറിക്കാം. ഇത് കത്തി വെച്ചിട്ട് സൈഡൊന്ന് വിടിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഞാൻ മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ തിക്നെസ് കൂട്ടി എടുക്കാം. തിക്നെസ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ തിക്നെസ് കുറവ് എടുത്താൽ മതി. അപ്പം അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും വളരെ മൃദുലമായിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലുള്ള കിണ്ണത്തപ്പാണിത്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഞാൻ ബ്ലോഗിൽ, എൻ്റെ നമ്മുടെ ബ്ലോഗ് ഉണ്ടല്ലോ വെബ്സൈറ്റിൽ പണ്ടേ ചെയ്തിട്ടുള്ളതാണ്. അപ്പം എന്താ, കഴിക്കാനും രുചികരമാണ്. നമ്മുടെ ഒത്തന്റിക് ആയിട്ടുള്ള രീതിയല്ലാന്ന് മാത്രം. ആ റെസിപ്പി നിങ്ങൾ കാണാൻ മറക്കരുത്. അരി അരച്ചുണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അപ്പമാണ്. പിന്നെ ഇത് നിങ്ങൾ തണുത്തെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന്, ആരെങ്കിലും ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ സെർവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്താൽ മതി. അപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ആരും അരിപ്പൊടി വെച്ച് ഉണ്ടാക്കിയെന്ന് പറയില്ല. അത്രയും സോഫ്റ്റ് ആണ്, ടേസ്റ്റിയാണ്, മധുരമൊക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷേ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്